ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീര സേബിലേക്ക് സ്വാഗതം. അപ്പം സാറ്റർഡേ എപ്പിസോഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ, പറയാതിരിക്കാൻ വയ്യ. അപ്പം നമ്മളെല്ലാവരും കണ്ടു, നമ്മളെല്ലാം അതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ശരണ്യയുടെ മുടിയിൽ പിടിച്ച് വലിച്ചത് ആര്, ആക്ച്വലി അത് ജിൻഡോ പിടിച്ചിരുന്നോ വലിച്ചിരുന്നോ. അപ്പം നമ്മൾ കണ്ട ഒരു വീഡിയോയിൽ ഞാനും അത് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഞാനും കാണിച്ചിരുന്നു. സിജോന്റെ കൈ ശരണ്യയുടെ മുടിയിൽ എത്തുന്നില്ല എന്നുള്ളതെല്ലാം പറഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടിരുന്നു. എല്ലാവരും ആ വീഡിയോയിൽ കണ്ടതിലും അതുപോലെ ഫോർത്ത് ജംഗ്ഷൻ അവരുടെ ഇതിൽ ഈ സീസൺ 6 റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലാണ് അവർ സ്ലോ മോഷനിലുള്ള വീഡിയോ എല്ലാം കാണിക്കുന്നത്. അതിലൊന്നും ഇല്ല. സോ അപ്പോൾ ഇന്നലെ സാറ്റർഡേ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ അത് ആ ഡൗട്ട് ഒന്ന് ക്ലിയർ ആക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ ഇട്ടു. ആ വീഡിയോ ഫാസ്റ്റായിട്ട് ഇങ്ങനെ കുറച്ച് സെക്കൻഡുകൾ മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ വീട്ടിലെല്ലാവരും കാണുന്നു. കണ്ട ശേഷം ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം എന്താ, ഇതിലിപ്പോൾ ആരെയാ കുറ്റം പറയുന്നത്, ഇതൊരു ഗെയിമല്ലേ, അപ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും, അതിനൊക്കെ പോയിട്ട് ഇങ്ങനെ എന്ന രീതിയിൽ മേക്കപ്പ് ചെയ്തുകൊണ്ട്, അതായത് പോളിഷ് ചെയ്തുകൊണ്ട് എങ്ങും തൊടാതെയാണ് ലാലേട്ടൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ആരോപിച്ചത് ജിൻഡോയെ പറ്റിയാണ്. ജിൻഡോ മുടിയിൽ പിടിച്ച് വലിച്ചു, ഫിസിക്കൽ അസാൾട്ട് എന്ന് ഗെയിമിനിടയിൽ മുടിയിൽ പിടിച്ച് വലിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം മെയിനായിട്ട് പറഞ്ഞിട്ടാണ് ജിൻഡോയെ ജയിലിലോട്ട് വിട്ടത്. സോ അപ്പോൾ ചെയ്യാത്ത തെറ്റിനെയാണ്, നമ്മൾ കണ്ടത് പ്രകാരം ചെയ്യാത്ത തെറ്റിനെയാണ് ജയിൽ പുള്ളിയായിട്ട് ആ ജാസ്മിൻ്റെ കൂടെ അടിയും വാങ്ങി കിടക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അടിക്കുന്ന കാര്യം നമുക്ക് പറയാം, അല്ല ഇപ്പം പറയുന്നത്. സോ അടിയും വാങ്ങി അവിടെ കിടക്കേണ്ടി വന്നത്. എന്നിട്ട് എല്ലാവരും കുറ്റപ്പെടുത്തിയത് ജിൻഡോയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ജിൻഡോയുടെ നിരപരാധിത്വം ഇന്നലെ തെളിയിക്കപ്പെട്ടോ, ജിൻഡോയ്ക്ക് നീതി കിട്ടിയോ, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളും വിചാരിച്ചത് ഇതിൻ്റെ ഇടനിലക്കാരൻ, ഇതൊരു മീഡിയേറ്റർ എന്ന നിലയിൽ പ്രേക്ഷകരുടെയും അതുപോലെ ബിഗ് ബോസിൻ്റെയും ഇത്രയും ക്യാമറകളെല്ലാം കണ്ടിട്ടും അതുപോലെ കണ്ടസ്റ്റന്റുകളുടെയും ഇടയിൽ നിന്നുകൊണ്ട് അതിന് ആ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ ലാലേട്ടൻ കൊടുക്കുന്ന ഈ ഒരു തെറ്റ് കണ്ടാലും ചൂണ്ടിക്കാട്ടുന്നത് നമ്മൾ കഴിഞ്ഞ 2-3 എപ്പിസോഡിലെല്ലാം കണ്ടതാണ്. ലാലേട്ടൻ നല്ല മാസ് പെർഫോമൻസ് എല്ലാം കാണിച്ചത്. സോ അതുപോലെ ഇത്തവണയും നമ്മൾ പ്രതീക്ഷിച്ചാൽ ഇത് എങ്ങും തൊടാതെ, തൊട്ടും തൊടാതെ, പട്ടും പെടാതെ ലാലേട്ടൻ പറഞ്ഞു ഒപ്പിച്ച് വെച്ചതിൽ എന്താ കഥ? ഇത് ആരെ ആണ് രക്ഷിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്? ഗബ്രി പറഞ്ഞല്ലോ ജിൻഡോയാണ്, ശരണ്യ പറയുന്നു ജിൻഡോയാണ് മുടി പിടിച്ച് വലിച്ചത് എന്നുള്ളത്. എന്നിട്ട് ആ വീഡിയോ കണ്ടപ്പോൾ പോലും ആ വീട്ടിലെ ഒരെണ്ണത്തിൻ്റെ വായിൽ നിന്ന് അതിൽ ജിൻഡോ ആരോ പിടിച്ചു വലിച്ചു. ശരണ്യ പറയുന്നുണ്ട് അതിനുശേഷം ലാലേട്ട, എനിക്കിതിപ്പോൾ ജിൻഡോയാണോ എന്നുള്ള അറിയില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് വേദനിച്ചു, അതൊരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നതല്ല, ഞാൻ 2 ദിവസം മരുന്നും കഴിച്ച് ഭയങ്കര പെയിനാണ് എന്ന് ശരണ്യ പറഞ്ഞു. പക്ഷെ അതിലപ്പോൾ ശരണ്യക്ക് ജിൻഡോയാണ് പിടിച്ചതെന്നുള്ളത് വീഡിയോ കണ്ടതിന് ശേഷം അത് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അതിന് മുൻപ് വരെ ജിൻഡോ തന്നെയാണ് പിടിച്ചതെന്നുള്ളത്. പക്ഷെ ആ വീട്ടിനകത്ത് ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടും അവർക്കത് ജിൻഡോ ആരോ പിടിച്ചു വിളിച്ചു, എവിടെയോ ആരുടെയോ കൈപ്പെട്ട് പിടിച്ചു വിളിച്ചു, ഓക്കെ, പക്ഷെ അത് ജിൻഡോ പിടിച്ചു വലിക്കുന്നതായിട്ട് അവരത് കണ്ടിട്ടില്ല. സോ അപ്പം പോലും ആരും വായി തുറക്കുന്നില്ല. അപ്പം ലാലേട്ടൻ എന്താ ചെയ്യേണ്ടത്? ലാലേട്ടൻ പറയണ്ടേ, നിങ്ങൾ ആരെങ്കിലും ജിൻഡോ പിടിച്ചു വലിക്കുന്ന ഇത് കണ്ടോ? ലാലേട്ടൻ അതിന് മുൻപേ പറഞ്ഞു ജിൻഡോ തന്നെയാണ് പിടിച്ചു വലിക്കുന്നത്, മുടി പിടിച്ചു വലിക്കുന്നുള്ളത്, നിങ്ങൾക്ക് അത്ര ഉറപ്പാണോ എന്നൊക്കെ എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ പലരും ബെബബേൻ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ കാണിച്ചു കൊടുത്ത ശേഷം എന്താ പറയുക, ഇത് ജിൻഡോ പിടിച്ചു വലിക്കുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് ഓരോരുത്തരടുത്തും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത് ക്ലിയർ ആയേനെ. ഇത് പക്ഷേ എന്നും പറയാതെ ഇതിപ്പോ ഇതിൽ ആരെ ഇപ്പൊ എന്താ പറയാ, ഇതിപ്പോ ഒരു ഗെയിമല്ലേ എന്ന രീതിയിൽ ഇങ്ങനെ പോളിഷ് ചെയ്ത് വർത്താനം പറഞ്ഞ് ആരെയും എന്താ പറയാ, ലാലേട്ടന് ആരുടെയും വിരോധം സമ്പാദിക്കാൻ തയ്യാറല്ലാത്ത പോലെ എങ്ങും തൊടാതെ നന്മമരമായിട്ട്, നമ്മൾ ഈ കണ്ടസ്റ്റന്റുകളെ പറയില്ല അന്ന പോലെ നന്മമരമായിട്ടിരിക്കാൻ ഇരുന്ന പോലെ എനിക്ക് ലാലേട്ടനെ പറ്റി തോന്നുന്നു. അങ്ങനെയല്ലല്ലോ ലാലേട്ടൻ വേണ്ടത്. ലാലേട്ടൻ എല്ലാവരോടും ചോദിക്കണമായിരുന്നു, ഈ വീഡിയോയിൽ നിങ്ങൾ ആരെങ്കിലും ജിൻഡോ പിടിച്ചു വലിക്കുന്നതായിട്ട് കണ്ടോ എന്ന് ഓരോരുത്തരടുത്തും ചോദിച്ചിരുന്നെങ്കിൽ അവരില്ലെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടെ കടപിടി, എന്താ പറയുക, കാക്ക കൂട്ടി കല്ലിട്ട് പോലെ പിടിവലിയൊക്കെ നടത്തുന്നുണ്ട്. സോ അതിൽ ആരുടെയെങ്കിലും കൈപെട്ടതാണോ അല്ലെങ്കിൽ ആരോ, നമുക്കത് ആരാണെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ വീഡിയോ സൂം ചെയ്യുമ്പോൾ അതേപോലെ ആ വീഡിയോയിലും കാണിക്കുന്നത് ഗബ്രി പോകുന്നു, ഇടയിൽ ഒരു കൈയിടുന്നു, വലിക്കുന്നു, വരുന്നു, അത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ
എന്നിട്ട് പോലും അത് ജിൻഡോയല്ല എന്ന് പറയാനുള്ള ഇത് ലാലേട്ടൻ അവിടെ കാണിച്ചില്ല. അപ്പോൾ ജിൻഡോയ്ക്ക് നീതി കിട്ടിയോ? ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ജിൻഡോ ജയിലിൽ കിടക്കേണ്ടി വന്നു. ആ മറ്റേ പെണ്ണിന്റെ അടിയും വാങ്ങേണ്ടി വന്നു. എന്നിട്ട് വീട്ടിലെല്ലാവരും ചേർന്ന് ജിൻഡോയുടെ ആക്രോശിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിനെല്ലാം ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇത്രയും അക്രമങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ വായിലിരിക്കുന്ന തോന്നിയാസങ്ങളിൽ ജിൻഡോയ്ക്ക് അനുഭവിക്കേണ്ട കാര്യം എന്താണ്? അവിടെ ജിൻഡോയ്ക്ക് നീതി കിട്ടണ്ടേ? എല്ലാ കണ്ടസ്റ്റന്റുകളും ഒരുപോലെയാണ്. എല്ലാ വീക്കിലും ലാലേട്ടൻ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രേക്ഷകരുടെ അഭിപ്രായമാണ്, പ്രേക്ഷകരുടെ തീരുമാനമാണ്. അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ ഇവിടെ പറയുന്നത്, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ആരോടും വിരോധമില്ല എന്ന് പറയുന്ന ലാലേട്ടൻ പ്രേക്ഷകരുടെ തീരുമാനം എന്താണ്? ജിൻഡോ മുടിയിൽ പിടിച്ച് വലിച്ചിട്ടില്ല, സോ ജിൻഡോയ്ക്ക് നീതി കിട്ടണം എന്ന് പ്രേക്ഷകർ അലമുറയിടുന്നുണ്ടല്ലോ. ഇവരുടെ ഏഷ്യനെറ്റിന്റെ ഏതൊരു വീഡിയോ ഇട്ടാലും ശരി, ഏതൊരു റിവ്യൂവേഴ്സ് റിവ്യൂ ചെയ്താലും ശരി, ജിൻഡോന്റെ ഈ ഒരു കാര്യത്തെപ്പറ്റി ജിൻഡോ മുടി പിടിച്ച് വലിച്ചിട്ടില്ല, വ്യക്തമായിട്ട് അത് കാണുന്നുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കിയതിൽ ജിൻഡോ പിടിച്ച് വലിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ജിൻഡോയ്ക്ക് നീതി കിട്ടണം, ജിൻഡോ ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടന്നു എന്ന് ഒരുപാട് മെസ്സേജുകൾ പറയുന്നുണ്ടല്ലോ, ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പോലും ലാലേട്ടൻ ആ ഒരു വശത്ത് ആ വീഡിയോ കാണിച്ചിട്ട് അത് പറയേണ്ടതല്ലേ? അവിടെ അത് ലാലേട്ടൻ പറഞ്ഞില്ല. ലാലേട്ടൻ ആരെയാ പേടിക്കുന്നത്? അതുപോലെ ജാസ്മിനെയൊക്കെ അങ്ങ് വഴക്ക് പറയാൻ എന്തോ ജാസ്മിന്റെ മുല്ലപ്പൂ മൂക്കള ഫാൻസ് ലാലേട്ടനെ എടുത്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ടോ? ഒരു 2 ആഴ്ച ലാലേട്ടൻ ഒന്ന് ചോദ്യം ചെയ്യുമ്പോഴേക്കും മുല്ലപ്പൂ ഫാൻസുകാർ വന്നിട്ട് PR വർക്കുകൾ ഉണ്ടല്ലോ കൊടുത്തിരിക്കില്ലേ 10 ലക്ഷം. സോ ലാലേട്ടനെതിരെ എന്തെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടോ? ഇത്തവണ ലാലേട്ടൻ അങ്ങ് എന്താ പറയുക, കഴിഞ്ഞ തവണയും ജാസ്മിനെ പറയാൻ ഭയങ്കര ഒരു മടി. എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ ലാലേട്ടൻ ഒന്ന് ആലോചിച്ചിട്ട് പറയുന്ന രീതിയിൽ ആരെ രക്ഷിക്കാനാണ്? ലാലേട്ടൻ ഇനി മുല്ലപ്പൂ ഫാൻസിനെ പേടിച്ചിട്ടാണോ? നമുക്കറിയില്ല, നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നു. അതുപോലെ തന്നെ ജിൻഡോയ്ക്കോ നീതി കിട്ടില്ല. ഇതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ചെയ്തത് ചതിയാണ്. ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു തെറ്റുണ്ട്. ലാലേട്ടൻ അത് തിരുത്തി ആ വശം ജിൻഡോ ചെയ്തിട്ടില്ല എന്നെങ്കിലും അത് ഉറപ്പിക്കണമായിരുന്നു. ലാലേട്ടൻ അത് ചെയ്തില്ല. ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ലാലേട്ടൻ അത് ചെയ്തില്ല. ജിൻഡോ അല്ല ചെയ്തത് എന്നുള്ളത്, ജിൻഡോ ചെയ്തില്ല എന്നുള്ളത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആരുടെ കൈപ്പെട്ടു, പക്ഷെ അത് ജിൻഡോ ചെയ്തില്ല എന്നുള്ളത് ലാലേട്ടൻ പറയണമായിരുന്നു, അവിടെ പറഞ്ഞില്ല. അതേപോലെ തന്നെ ആ സമയത്ത് ഈ റൂം വൃത്തികേടായി കിടക്കുന്നത് അല്ലേ, അൻസിബയും ജിൻഡോയും പിന്നെ ജാസ്മിൻ എണീച്ച് നിൽക്കുന്നു. ജാസ്മിൻ്റെയാണ് എല്ലായ്പ്പോഴും വൃത്തികേടാകുന്നത്, അല്ലെങ്കിൽ ടിഷ്യൂ അവിടെ, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഇവിടെ, ഡ്രസ്സുകൾ വലിച്ചു വാരിയിടുന്നവിടെ. മൊത്തത്തിൽ ആ പെങ്കൊച്ചിന് വൃത്തിയില്ല, നേരെ കുളിയില്ല. ഈ എടുക്കുന്നത് ഇതെല്ലാം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് 50 എപ്പിസോഡ് എത്തിയിട്ട് തന്നെയും പിന്നെയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാറുള്ളൂ. അപ്പം എൻ്റെ പേര് ജാസ്മിൻ മുല്ലപ്പൂ എന്നൊക്കെയാണെങ്കിലും ആ മുല്ലപ്പൂവിൻ്റെ പേര് തന്നെ കേടുവരുത്തുന്ന രീതിയിലാണ് പെണ്ണ് അല്ലെങ്കിൽ മുല്ലപ്പൂ ഈ സ്പ്രേ അടിച്ച് തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു വൃത്തി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ ഇടയിലിരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി എടുക്കേണ്ടതല്ല. നമ്മളിത് ചെറുപ്പത്തിൽ നമ്മളത് ഫോളോ ചെയ്ത് വരണം. അപ്പോഴേ നമുക്ക് ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോയാലും നമ്മളത് അയ്യോ അങ്ങനെ പാടില്ല, അങ്ങനെ ഒരു ബോധമൊക്കെ വേണം. ഇത് ഇനിയിപ്പോൾ ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ഞാൻ അങ്ങനെയാണ് നിനക്കെന്താടാ എന്ന് പറഞ്ഞാൽ തീർന്നു അവിടെ. അവൾ അത് പറയും, അതിനും തുനിഞ്ഞ് ഇറങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലാലേട്ടൻ അത് ചോദിക്കുന്ന സമയത്ത് എൻ്റെ പൊന്നു ലാലേട്ടാ കഴിഞ്ഞു. അവൾ പറയുന്നുണ്ടോ, ഇത്രയും പേരിരിക്കെ ഇത്രയും പേരുണ്ടാകുമ്പോൾ ലാലേട്ടൻ അത് പറയുമ്പോൾ ജാസ്മിൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇതാണ് പറയുന്നത്, ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്ക് കയറി ഇപ്പോൾ പെട്ടെന്ന് ഒരു കടയിൽ പോയി വാങ്ങിയാൽ കിട്ടുന്നതല്ല. നമ്മുടെ പെരുമാറ്റം, നമ്മൾ കൊടുക്കുന്ന ബഹുമാനങ്ങളെല്ലാം പെട്ടെന്ന് കടയിൽ പൈസ കൊടുത്ത് വാങ്ങിയാൽ കിട്ടുന്നതല്ല. നമ്മളത് ശീലിച്ച് വരണം, ശീലിച്ചതേ പാലിക്കുള്ളൂ. നമ്മൾ ഇത്രയും ചെറുപ്പത്തിൽ ഈ വളർന്നു വരുന്ന നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ ശീലിക്കാത്തത്, തോന്നിയ പോലെ എല്ലാം പെരുമാറിയിട്ട് പെട്ടെന്ന് ഇത്രയും ക്യാമറ ഉള്ളത് പോലും ഓർമ്മയില്ല, ഏതിനും ഓർമ്മയില്ല. ആ സമയത്ത് പിന്നെ ലാലേട്ടൻ്റെ അടുത്ത് എങ്ങനെ പറയാം? ലാലേട്ടൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പറയണം. ഇത് ഒരുപാട് കോടിക്കണക്കിന് പ്രേക്ഷകർ കാണുന്നതാണ്. അപ്പോൾ പോലും ഇല്ല, എന്തെങ്കിലും ലാലേട്ടൻ ചോദിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ എന്ത് ലാലേട്ടൻ ഉമ്മ കൊടുക്കണോ? അപ്പം എങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്താ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ശബ്ദം വിട്ടു പറഞ്ഞാൽ ലാലേട്ടൻ കഷ്ടമുണ്ട്. ജാസ്മിനെ ആ ഈ ബെഡും അതും ഇതൊക്കെ കിടക്കുന്നത് എന്താ എങ്ങനെ വൃത്തികേട് കിടക്കണം പറഞ്ഞാൽ അയ്യോ എൻ്റെ പൊന്നു ലാലേട്ട, ഇവളുടെ പൊന്നു ലാലേട്ടനാണോ? അതോടെ ലാലേട്ടൻ കഴിഞ്ഞു.
എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും പറയണമെങ്കിൽ എൻ്റെ പൊന്നു ലാലേട്ട, എന്താ ലാലേട്ടനെ ഇവളെ പേടിയാണോ, അത് ഇവളുടെ ഫാൻസിനെ പേടിക്കുന്നോ, എന്താണ് മനസ്സിലാവണില്ല. നിങ്ങൾക്കിത് തോന്നുന്നുണ്ടോ? ജാസ്മിൻ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഓർമ്മയില്ലായിരിക്കും. വെളിയിൽ പോയി കഴിഞ്ഞാൽ ഈ ട്രോളും വീഡിയോസും ഇത്രയും നെഗറ്റീവ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഇങ്ങനെയായിരുന്നോ പറഞ്ഞ് അയ്യോ പൊത്തോ കരഞ്ഞ് ഒരു മൂലക്കിരിക്കും ഒരു മുക്കിലിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നെവർ മൈൻഡ്. അതെല്ലാം ഇങ്ങനെ തട്ടിയിട്ട് പോകുന്ന ഒരു ടൈപ്പ് കാറ്റഗറിയിൽ പെട്ടതാണ്. അതെല്ലാം കുറച്ചുകൂടി നാണം മാനം എന്ന് പറയുന്നതൊന്നും, വൃത്തി വെടുപ്പ്, ഇതൊന്നും ബഹുമാനം, അങ്ങനെ ഒരു നമ്മൾ കൂടിയിരിക്കുന്ന അത് ഏത് തരത്തിൽ പെട്ട ആളുകളാണെങ്കിലും ശരി, അവർക്കിടയിൽ ഒരു കൂട്ടം ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു വൃത്തി വെടുപ്പ്, അതുപോലെ തന്നെ നാണോ മാനം, എല്ലാം ഒരു ബഹുമാനം, ഇതൊക്കെ നമ്മൾക്ക് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അതല്ലാതെ ഈ പറഞ്ഞ് പഠിപ്പിച്ചിട്ടോ ഇതൊന്നും വരുന്നതല്ല. അതൊന്നും അതിനെ തൊട്ട് തീണ്ടിയിട്ടില്ല. അത് ആ ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഇനി അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ വെളിയിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും അതിന് വലിയ നാണക്കേടൊന്നും വരാനില്ല. എല്ലാം കൊണ്ടും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഏതറ്റം വരെയും പോകും, അത്രയേ ഉള്ളൂ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇനിയിപ്പോൾ ആരെയും പേടിക്കുകയും വേണ്ട, എന്ത് വേണം ചെയ്യും. അവിടെ ആകെ എന്തെങ്കിലും പറയുന്നത് ആകെ ജിൻഡോയാണ്. ജിൻഡോനെ തന്നെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അവിടെ ഗുണ്ടായിസം എന്തൊക്കെയാണ് ആ പെണ്ണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളത് വിചാരിച്ചു കഴിഞ്ഞു, രണ്ട് കാര്യത്തിൽ ജിൻഡോയ്ക്ക് നീതി കിട്ടണം. ഒന്ന്, മുടി പിടിച്ച് വലിച്ചില്ല എന്നുള്ള കാര്യത്തിൽ നീതി കിട്ടിയില്ല, അത് പറഞ്ഞില്ല. അവസാനം ജയിലിലിട്ടിട്ട് തല്ലി പീഡിപ്പിക്കലും വേറെയും. ആ പെണ്ണിൻ്റെ തല്ലും തട്ടലും മുട്ടലും. ജിൻഡോന്റെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു അടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നേരം ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായേനെ, കേസ് വരെ ആയിട്ടുണ്ടാവും വെളിയിൽ. അപ്പോൾ ഇത് ആണായതുകൊണ്ട് അപ്പോൾ ആണുങ്ങൾക്കത് അങ്ങനെയൊന്നുമില്ലേ. ജാസ്മിൻ പെണ്ണായതുകൊണ്ട് ഒരു അടിയൊക്കെ അടിച്ച, ജിൻഡോന്റെ ശരീരം വലുതാണ്, ജിമ്മനാണ് എന്ന് പറഞ്ഞു ഒരു അടിയൊക്കെ അടിച്ച് ജാസ്മിൻ അടിച്ച ജിൻഡോ കൊള്ളണമെന്നുണ്ടോ? സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ, ഇന്ന് സൺഡേ എപ്പിസോഡിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഞാനും നിങ്ങളെ പോലെ തന്നെ വെയിറ്റ് ചെയ്യണം, ഇതിന്ന് ലാലേട്ടൻ ചോദിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് എക്സ് കണ്ടസ്റ്റൻറ്റുകളുടെ വീഡിയോസ് ഉണ്ട് ആശംസകളുമായിട്ട്. 50 എപ്പിസോഡ് ഇതുവരെ കഴിഞ്ഞ സീസണിലെല്ലാം 50 എപ്പിസോഡിന് ഇവർക്കൊരു ചില സീസണിൽ നമ്മൾ കണ്ടിട്ട് ഇവർക്കൊരു ഇത് കൊടുക്കും. 50 എപ്പിസോഡിൽ ആരാണ് ടോപ്പ് 10 വരുന്നത്, അല്ലെങ്കിൽ ടോപ്പിൽ ആരാണ് കപ്പ് നേടുന്ന പോലെ ഫസ്റ്റ് മുതൽ അവർ റാങ്കിങ് ടാസ്ക് കൊടുക്കും. അപ്പോൾ അവർ വാദിച്ച് ഓരോന്നിലും നിന്ന് ഞാൻ ഒന്നാമത് നിൽക്കുകയാണ്, എനിക്ക് ഇതിനുള്ള അർഹതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടാസ്ക്, റാങ്കിങ് ടാസ്ക് ഒക്കെ കൊടുക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ 50 പേരൊക്കെ. ഇത്തവണ ഒരു രാജാവുമില്ല, ഒരു തേങ്ങയുമില്ല, ഒന്നുമില്ല. നെഗറ്റീവ്. ആകെ ഈ പണ്ടാരടങ്ങുന്ന ഈ ജാസ്മിൻ ഗബ്രി ഇവരുടെ വൃത്തികെട്ട ഗോഷ്ഠികൾ കാരണം അതിലേറെ നെഗറ്റീവ്. അപ്പോൾ ബിഗ് ബോസ് ഒരു തന്ത്രം എടുത്തു. ഇപ്പോൾ കുറേ പേര് എക്സ് കണ്ടസ്റ്റൻറ്റുകളെല്ലാം വെച്ച് അവരവരെയൊക്കെ ഓരോ ഷോർട്ട് വീഡിയോ ആശംസകൾ അറിയിപ്പിച്ച 50ന്റെ നിറവിൽ ആശംസകൾ. അപ്പൊ ഇന്നത്തെ ഇതിൽ ഇവരുടെ ഈ പ്രൊമോ എല്ലാം കാണിക്കുന്നത് ഇവരുടെ ആശംസ പറയുന്നു, അത് കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്യുന്ന അത് കാണിക്കുന്നു. അപ്പൊ ഇന്ന് വലിയ ചോദ്യം പറച്ചിലും ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അബി എവിക്റ്റ് ആയി എന്നെല്ലാം പലരും പറയുന്നുണ്ട്. പക്ഷെ എവിക്റ്റ് ആകുമോ, ഇനി 50 വീട് നിറയെ ഇപ്പോൾ ആളാണ്, എവിക്റ്റ് ആക്കി വിടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അതേപോലെ ഈ എന്താ പറയുക, അബി എവിക്റ്റ് ആവുകയാണെങ്കിൽ അത് നമ്മൾക്ക് അറിയാൻ പറ്റില്ല, പക്ഷെ പലരും പറയുന്നതാണ്. എവിക്റ്റ് ആവുകയാണെങ്കിൽ ജാസ്മിനെ അടിച്ചതിന് ജാസ്മിന് എന്ത് ശിക്ഷ കൊടുക്കുക? ഇനി അടുത്ത ഒരാഴ്ചയിലും കൂടി നോമിനേഷനിൽ വിടുമോ? എന്തായാലും പുറത്ത് കളയും, ജാസ്മിനെ പുറത്ത് കളയും എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചിട്ട് അവിടെ ഇരുന്നാൽ മതി. ഏഷ്യനെറ്റ് പുറത്ത് കളില്ല, ബിഗ് ബോസ് പുറത്ത് കളില്ല, ലാലേട്ടനൊട്ടും പറയുമില്ല. ജാസ്മിൻ ഗബ്രി അവരിനി മണപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അത് പ്രേക്ഷകർ കാണുക തന്നെ ചെയ്യും. ഒരിക്കലും അവരെ ശിക്ഷിക്കില്ല. ഇന്നിപ്പോൾ ലാലേട്ടൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയും അയ്യോ എൻ്റെ പൊന്ന് ലാലേട്ട എന്ന് പറഞ്ഞാൽ തീർന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.